ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഇന്നത്തെ ചലഞ്ചല്ല, ഈ ഒരു വർഷത്തെ ചലഞ്ചാണ്. അതായത് ഒരു വർഷം ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ശീലിച്ച് വരുന്ന ഒരു ചലഞ്ചാണിത്. എനിക്ക് വളരെയധികം ഉപയോഗപ്പെടാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കൂ, വർഷത്തിലാണ്, മാസത്തിലല്ല. വർഷത്തിൽ ഒരു ശീലം ആരംഭിക്കുക എന്നുള്ളതും അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതും, അതുപോലെ വർഷത്തിൽ ഒരു കാര്യം പഠിക്കുക, എന്തിനെങ്കിലും കുറിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുക എന്നുള്ളത്, ഒരു ഹോബി തുടങ്ങുക എന്നുള്ളത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഞാൻ എല്ലാ വർഷവും ഇപ്പോൾ 1-2 വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ 3 കാര്യങ്ങൾ: ഒരു ഹോബി, എന്തെങ്കിലും ഒരു ഹോബി, അതുപോലെ എന്തെങ്കിലും ഒരു ശീലം, ഒരു ഹാബിറ്റ്, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരുപാട് അവസരങ്ങളാണ് അല്ലേ. നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് വീട്ടിലിരുന്ന് നമ്മളുടെ സൗകര്യത്തിന്, അതും മിക്കവാറും നമുക്ക് വളരെ ചിലവും കുറവാണ്. ഓഫ്ലൈനിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടിയും ഒരുപാട് ചിലവ് കുറവാണ് ഓൺലൈനിൽ പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓഫ്ലൈനിൽ 5000 രൂപ മേടിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചുരിദാറിൻ്റെ കോഴ്സ് ഓൺലൈനിൽ പഠിക്കാൻ വെറും 599 രൂപ മാത്രമാണ് വേണ്ടി വരിക. ഞാൻ പഠിപ്പിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്, അതിലൊരു മാറ്റവും ഇല്ല. അപ്പോൾ വെറും 599 രൂപയ്ക്ക് എൻ്റെ 5000 രൂപ കൊടുത്ത് ഓഫ്ലൈനിൽ പഠിച്ച കുട്ടികൾക്ക് അവർക്ക് എന്താണോ ഞാൻ പ്രൊവൈഡ് ചെയ്തത് അത് തന്നെ ഒരു വ്യത്യാസമില്ലാതെ 599 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വണ്ടിക്കൂലി ചിലവാക്കണ്ട, വീട്ടിലിരുന്ന് പഠിക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഏത് മേഖലയിൽ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന തരത്തിൽ വിവിധങ്ങളായ കോഴ്സുകളാണ് നമ്മളല്ലേ ഡെയിലി നമുക്ക് ഓൺലൈൻ എടുത്താൽ കാണുക. അപ്പം നമ്മളുടെ സ്വഭാവം എന്താ, നമ്മൾ എല്ലാത്തിലും പോയി അങ്ങ് ചേരും. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ആയിരുന്നു കേട്ടോ. എല്ലാ കോഴ്സുകൾ കാണുമ്പോഴും ഇങ്ങനെ ഇത് പഠിക്കണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പോയി ചേരും, എന്നിട്ടത് പഠിക്കുകയില്ല. അങ്ങനെ ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് ആ പരിപാടി അങ്ങ് നിർത്തിയിട്ട് ഒരു കോഴ്സ് ഒരു വർഷം ജോയിൻ ചെയ്യുക, അത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക. കാര്യം നമുക്ക് സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി എഫേർട്ട് എടുക്കും. അപ്പോൾ ഈ വർഷം ഞാൻ എന്തിനാണ് ചേർന്നിരിക്കുന്നതെന്ന് കേട്ടാൽ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനാണ്. അത് ഞാൻ കംപ്ലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വർഷത്തെ ടൈം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ല. അത് മാത്രമല്ല, എൻ്റെ ഫീൽഡേ അല്ല. എനിക്ക് യാതൊരുവിധ പരിചയമോ യാതൊരുവിധ അറിവുമോ അതിനെക്കുറിച്ച് ഇല്ലാത്തൊരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റിംഗ്. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി, എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൽ ഇനി മുന്നോട്ട് തൊഴിൽപരമായിട്ട് പോകുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊന്നും എനിക്ക് ചിന്തയും ഇല്ല. അതിന് വേണ്ടിയിട്ടും അല്ല പഠിക്കുന്നത്. ഇത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് ഒട്ടും അറിയില്ലാത്തൊരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു കോഴ്സ് എടുത്തിട്ടുണ്ട്. 20,000 അതിൻ്റെ ഫീസ് ആയിട്ട് വരുന്നത്. അപ്പം അത്രയും വലിയൊരു കോഴ്സാണ് എടുത്തിരിക്കുന്നത്. ആ കോഴ്സ് ഇതുവരെയും ഒരു 5 ക്ലാസ് എങ്ങാണ്ടേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ റെക്കോർഡർ ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ ഫ്രീ ടൈം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ 1 ഇയർ പീരീഡ് ഉണ്ട്. അപ്പോൾ ഈ വർഷം തുടങ്ങിയതാണ്. അതിൻ്റെ ഒരു 1% പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വർഷം എൻ്റെ ആകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഞാൻ സമയം കണ്ടെത്തി അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം, ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ആ കാര്യം ഞാൻ നേടാൻ 100% എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പം എനിക്ക് സമയക്കുറവ്, എനിക്കത് അറിയാമായിരുന്നു. എനിക്കത് അങ്ങനെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ചെറുതായിട്ടെങ്കിലും ചെയ്യുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഗ്രാജുവലി പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ആ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ രണ്ടാമത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു ഹോബിയാണ് സ്വിമ്മിങ്. ഈ വർഷം സ്വിമ്മിങ് പഠിക്കുക. കാര്യം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് പൂളുണ്ട്.
നല്ല വിശാലമായ പൂളാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ളത്. പക്ഷേ പൂളിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കലല്ലാതെ അതിലിറങ്ങാനോ അതിലൊന്ന് നീന്താനോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അത് ഞാനിപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടേ ഉള്ളൂ അതിൽ ജോയിൻ ചെയ്തിട്ട് സ്വിമ്മിങ് ക്ലാസ്സിന്. 1 വീക്കായി ഒരു ഒറ്റ ക്ലാസ് അതും അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്, കഴിഞ്ഞ ആഴ്ചയല്ല ഈ ആഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് സ്വിമ്മിങ് ആണ് ഈ വർഷം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഹോബി എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ ഒരു ശീലം ഞാൻ ഈ വർഷം എന്താണോ റെഗുലറായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എൻ്റെ യൂട്യൂബിൽ ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുക എന്നുള്ള ഒരു ശീലം ഈ വർഷം ഞാൻ ഒരു പ്രതിജ്ഞയായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുവരെയും എനിക്ക് വലിയ മുടക്കമൊന്നും ഇല്ലാതെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ എനിക്ക് വലിയ മടിയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ട്, വലിയ മടിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു പ്രതിജ്ഞ എടുത്ത് ഒരു ചലഞ്ചിലൂടെ എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ എന്നുള്ള അതിപ്പോൾ 21 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിട്ടില്ല. ഞാൻ 11 മണിക്ക് ഇടുമെന്ന് പറഞ്ഞ് ചില ദിവസങ്ങളിൽ 11:30 ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ മുടക്കമൊന്നും സംഭവിച്ചിട്ടില്ല. നാളെ കൊണ്ട് അത് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ നമ്മളുടെ ശീലങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. നമ്മൾ ഏതെങ്കിലും ഒരൊറ്റൊരു കാര്യം മാത്രം ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അതിനുവേണ്ടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മളുടെ ലൈഫിൻ്റെ ഭാഗമായി മാറും. അതല്ലാതെ എല്ലാ കാര്യത്തിലും കൂടെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഒന്നുമില്ല. ചിലരാണെങ്കിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, ഡാൻസിങ് എല്ലാത്തിലും ചേരും, എന്നിട്ട് ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്യാണ്ട് ഒരു വർഷത്തിൽ ഒരു ശീലം, ഒരു ഹോബി, ഒരു ഹാബിറ്റ്, ഒരു കോഴ്സ്, ആ ഒരു രീതിയിൽ 1 എന്നുള്ള ഒരു സംഖ്യ ചൂസ് ചെയ്തുകൊണ്ട് അത് മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ വർഷവും നമ്മൾ കണക്കെടുക്കുമ്പോൾ ഈ വർഷം ഞാൻ ഇന്നത് പഠിച്ചു, ഈ വർഷം ഞാൻ ഇന്നത് പഠിച്ചു എന്നുള്ളത് കണക്കെടുക്കുമ്പോൾ നമുക്ക് തന്നെ അഭിമാനം തോന്നുന്ന തരത്തിൽ നമുക്ക് ഒരു മാറ്റം വരും. അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് കോഴ്സുകൾ ഒന്നിച്ചെടുത്താൽ നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെ നമ്മളൊന്നും ചെയ്യില്ല, ഞാൻ എല്ലാം പോയി ചേരും, എന്നിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അതിന് മൈൻഡ് സെറ്റിന് കാരണമാകും. പിന്നെ നമുക്ക് ഒരു കോഴ്സും ചെയ്യാനോ ഒരു ഹോബിയും പുതുതായിട്ട് നടപ്പിൽ വരുത്താനോ ഒരു ഹാബിറ്റ് തുടങ്ങാനോ ഒന്നിനും പറ്റാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു മൈൻഡ് സെറ്റ് വരുത്താതെ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഏതെങ്കിലും ഒന്നിൽ മാത്രം ചേരുക, അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും ഒരു വർഷം എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. ഞാനിപ്പം സ്വിമ്മിങ് എടുത്തിരിക്കുന്നു, ഒരു വർഷമൊക്കെ എടുക്കും ഞാനൊന്ന് സ്വിമ്മിങ് പഠിച്ച് വരാൻ. ചിലർക്ക് 10 ദിവസം മതി. പക്ഷെ ആ 10 ദിവസം അവർ അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവർ അത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പറ്റും. എനിക്ക് ഇത്രയും ഏജൊക്കെ ഉള്ള ഒരാൾക്ക് 10 ദിവസം കൊണ്ട് വിചാരിച്ചാൽ നടക്കും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കില്ല. കാര്യം എനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള സമയത്ത് മാത്രമേ എനിക്ക് സ്വിമ്മിങ്ങിന് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളത് മുടക്കം വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു വർഷം ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഹോബിയായിട്ട് സ്വിമ്മിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ ഫ്ലാറ്റിൽ തന്നെ പൂളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്വിമ്മിങ് ഹോബിയായിട്ട് എടുത്താൽ എല്ലാ ദിവസവും ഒന്ന് സ്വിമ്മിങ് ചെയ്യാൻ ഉള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തത്. അങ്ങനെ അതല്ലാതെ ഞാൻ എനിക്ക് ഡാൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഡാൻസിങ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വർഷം. അപ്പോൾ ഞാൻ ഓർത്തു വേണ്ട, സ്വിമ്മിങ് ആണ് കുറച്ചുകൂടെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഡാൻസിങ് ചിലപ്പോൾ ഒത്തിരി വർഷം എടുക്കും ഞാൻ ചെറുതായിട്ടെങ്കിലും പഠിച്ചു വരാൻ. എനിക്ക് ഡാൻസിങ്ങും അറിയില്ല, ഡാൻസ് ചെയ്യാൻ ഒട്ടും അറിയാത്ത ഒരാളാണ്. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അടുത്ത വർഷത്തെ എൻ്റെ പ്രോജക്റ്റിൽ ഞാൻ ഡാൻസിങ് വെച്ചിട്ടുണ്ട്, ഡാൻസ് പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വെറുതെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതല്ല, ഡാൻസ് പഠിച്ച് ഞാൻ അരങ്ങേറ്റം നടത്താനൊന്നുമല്ല, വെറുതെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പഠിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി ടൈംസ് കണ്ടെത്തുക, അതിനുവേണ്ടി നമ്മളുടെ മൈൻഡിനെ ആക്റ്റീവാക്കി നിലനിർത്തുക.
അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ലൈഫ് കൂടുതൽ ഊർജ്ജസ്വലമാകുന്നത്. നമുക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എത്ര വയസ്സായാലും നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മളെ മനസ്സിനെ എപ്പോഴും നമ്മൾ ഉണർത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാണ്ട് നമ്മൾ ഇനി എന്തോന്ന് ഈ വയസ്സിൽ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് 54 വയസ്സായി, ഞാൻ ഈ പ്രായത്തിൽ ഇനി ഡാൻസ് പഠിക്കുന്നു എന്നല്ല ചിന്തിക്കാനുള്ളത്. എനിക്ക് ഇനിയും ടൈമുണ്ട് ഡാൻസ് പഠിക്കാനായിട്ട്. ഇനി കുറച്ച് ഒന്ന് ജിമ്മിൽ പോകുന്നുണ്ട് ഞാൻ, അപ്പം കുറച്ചൊന്ന് മെലിയണം, അത് ഇച്ചിരി ടാസ്ക്കാണ്. മെലിയലെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. എന്നാൽ പോലും ഞാൻ അതിനും ട്രൈ ചെയ്യുന്നുണ്ട്. അതും നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഒരുപാട് എഫേർട്ട് ഇടാറില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. എഫേർട്ട് ഇട്ടാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കും. അപ്പം അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് മെലിഞ്ഞതിന് ശേഷം ഡാൻസ് പഠിക്കാൻ ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഡാൻസിങ്ങിലേക്ക് ഇറങ്ങാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് പഠിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. ഒട്ടും അറിയില്ല. ഡാൻസ് പഠിക്കാൻ പോകുന്ന വെച്ചാൽ ഡാൻസിൻ്റെ ABCD അറിയില്ല. പക്ഷേ അടുത്ത വർഷം ഡാൻസ് പഠിക്കാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇനിയത്തെ ലൈഫിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പം നിങ്ങളുടെ ചലഞ്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നാളെ നമുക്ക് ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, താങ്ക് യു.